നമസ്കാരം. ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ? റഷ്യ ഉക്രൈൻ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ റഷ്യയിലും ഉക്രൈനിലും എന്താണ് സംഭവിക്കുന്നത് അറിയാൻ ആകാംക്ഷയോടെ ഇപ്പോൾ നിലകൊള്ളുകയാണ്. കഴിഞ്ഞ ദിവസം റഷ്യയുടെ തലയിൽ തന്നെ മോസ്കോയില് അവരുടെ സൈനിക മേധാവിയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഉക്രൈൻ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് കടന്നിരിക്കുന്നു. ഉക്രൈന്റെ ഈ ഒരു നടപടിക്കുള്ള റഷ്യൻ മറുപടി എപ്രകാരമായിരിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ്, ആകാംക്ഷയിലാണ് ലോകം മുഴുവനും. ഇന്നത്തെ നിലപാട് പരിശോധിക്കുന്നതും ഈ വിഷയം തന്നെയാണ്. ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുകയാണോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിയോ, എന്നോടൊപ്പമുള്ളത് ജോജിയും അരുണും. സ്വാഗതം. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അത് ഔദ്യോഗികമായിട്ട് ആ ഒരു സ്ഥാനാരോഹണം ജനുവരി മാസം നടക്കുന്നു. അതിനു മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ തന്നെ നിലപാടുകളിൽ ഒന്നായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഗാസയിലെയും ഇസ്രായേലിന്റെയും ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അദ്ദേഹം ഒരു അന്ത്യശാസനം പോലെയാണ് അന്ന് ഹമാസിനോട് സംസാരിച്ചത്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ ബന്ധത്തില് കൂടുതൽ ആ ബന്ധം വഷളാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു വലിയ സംഭവം നമ്മളെ വാർത്താ മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. റഷ്യയുടെ വലിയ ഒരു ജനറൽ സൈനിക മേധാവി കൊല്ലപ്പെടുന്ന ഒരു കാഴ്ച. അതിൻ്റെ പിറകില് ഉക്രൈൻ്റെ കൈകൾ ആണെന്നുള്ള സംശയം ആദ്യം ഉയർന്നെങ്കിലും ഇപ്പോൾ അത് ശരിവെക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ SBU എന്ന് പറയുന്ന ഉക്രൈൻ്റെ ഇന്റേണൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഫോഴ്സ്, അവരുടെ വ്യക്തമായ പ്ലാനിൽ സംഭവിച്ച ഒരു കൊലപാതകമാണ് റഷ്യയുടെ ആണവ ജൈവ രാസായുധ അല്ലെങ്കിൽ അതിന്റെ സുരക്ഷാ ചുമതലയുള്ള അതിന്റെ മേധാവിയായിട്ടുള്ള ഇഗോർ കിറിവില്ലോവ് ആണ് കഴിഞ്ഞ ദിവസം റഷ്യയിൽ കൊല്ലപ്പെട്ടത്. ഇതിന്റെ പുറകിൽ ഇപ്പോൾ ഉക്രൈന്റെ ബന്ധം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമാധാന ശ്രമങ്ങൾക്ക് ഒരു സൈഡിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മറു സൈഡിൽ ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിന്റെ ഈ അവസ്ഥ വഷളാക്കുവാനുള്ള ശ്രമങ്ങൾ അത് വലുതായിട്ട് വരുന്നത് അല്ലെങ്കിൽ അത് വളരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, സിറിയയിലെ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം സിറിയയിൽ ഭരിച്ചിരുന്ന ബാഷർ അൽ അസദിനെ അഭയം കൊടുത്തത് വരെ റഷ്യയാണ്. റഷ്യയിലെ ഈ സൈനിക മേധാവിയുടെ ഈ ഒരു കൊലപാതകം അത് ശരിക്കും പറഞ്ഞാൽ അത് പുടിന് നേരെയുള്ള ഒരു മുന്നറിയിപ്പാണ്. ഉക്രൈന് പുടിൻ കയ്യെത്തും ദൂരത്ത് തന്നെയാണെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇതിലൂടെ ഉക്രൈൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ ചെന്നെത്തുന്നത് ഇപ്പോൾ അമേരിക്ക പറയുന്നു, ഡൊണാൾഡ് ട്രംപ് പറയുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന്. ഇതാർക്കാണ് ഇതിന്റെ ഈ ഒരു യുദ്ധം മുന്നോട്ട് പോകാൻ ആഗ്രഹമുള്ളത്? ഈ യുദ്ധം മുന്നോട്ട് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റ് ശക്തികൾ ഇതിനു മുന്നിൽ കളിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ യുദ്ധം പെട്ടെന്ന് തീരരുത്, അല്ലെങ്കിൽ ഇതിനു മുമ്പിൽ എന്തെങ്കിലും സ്വാർത്ഥ ലാഭങ്ങളുണ്ടോ? എന്താണ് ഇതിനു മുന്നിൽ സംഭവിക്കുന്നത്? ഇവിടെ ശരിക്കും ഒരു എന്താ പറയാ, ലോകം ഞടുങ്ങി പോകുന്നൊരവസ്ഥയാണ്. കാരണം നമുക്കറിയാം, റഷ്യയുടെ യുദ്ധം കാര്യം പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ച പോലെ ഒന്നും തീർക്കാൻ പറ്റിയില്ലെങ്കിലും വർഷങ്ങളായി. ശരിക്കും നമ്മൾ ഓർത്തത് പെട്ടെന്ന് തീർക്കുമെന്ന് ഓർത്തത്, പക്ഷേ അത് അവർക്ക് സാധിച്ചില്ല. വർഷങ്ങളായി പോലും റഷ്യ ഒരിക്കലും നമുക്ക് ഇങ്ങോട്ട് പറയാം ഒരു കംപ്ലീറ്റ് അങ്ങോട്ട് തള്ളാൻ പറ്റിയില്ല. കാരണം റഷ്യ ഒരു മേജർ പവർ തന്നെയാണ്. നമുക്കറിയാം, ഈ അണുവായുധത്തിന്റെ കാര്യത്തിൽ പലവട്ടം നമ്മൾ പറഞ്ഞ അതിനെക്കുറിച്ച്. അണുവായുധങ്ങളുടെ ശേഖരം അല്ലെങ്കിൽ അവരുടെ സ്ഫോടന ശേഷി, അതിന്റെ പൊസിഷനിങ്, ഇതിലെല്ലാം ഈ റഷ്യയുടെ ആ ഒരു ടെക്നോളജി വളരെ അഡ്വാൻസ് ആയിരിക്കുക. അപ്പൊ അതാണ് അവരുടെ മെയിൻ പിടിവള്ളി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ഏകദേശം എന്താ പറയുക, പുടിന് ഈ ട്രംപിന്റെ ആ ഒരു ഇലക്ഷന് ശേഷം ഇതിനായിട്ട് ഒരു മെല്ലപ്പോക്ക് നയം മനസ്സിലാക്കണം. ഒരു തീവ്രത കുറച്ച് മെല്ലപ്പോക്ക്, യുദ്ധം ഒരു മെല്ലപ്പോക്ക് അവസ്ഥയിൽ എത്തിയപ്പം അങ്ങനെ ഒരു അവസ്ഥ ഏകദേശം ഒരു എൻഡിങ്ങിലേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥ എത്തിയപ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു കടന്നാക്രമണം. അപ്പൊ അത് മനസ്സിലാക്കേണ്ട പറ്റിയ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ഉക്രൈൻ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഉക്രൈൻ പറയുന്നത് ഈ ഇഗോർ കിറിലോവ് എന്ന് പറയുന്ന മനുഷ്യൻ ശരിക്കും അദ്ദേഹം ഇവരുടെ ഈ അണുവായുധ ജൈവ രാസായുധങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതിനൊരു ചാർജാണ്. ചില പുട്ടിന്റെ ഒരു വലത് കൈ എന്ന് പറയാം, പുട്ടിന്റെ വലം കൈയാണ് ശരിക്കും. അപ്പൊ ഈ മനുഷ്യൻ ചെയ്ത ഒരു തെറ്റെന്ന് പറയുന്നത് ആ രാസായുധങ്ങൾ പിന്നെ അദ്ദേഹം വളരെ ക്രൂരമായ രീതിയിൽ യുക്രൈൻ ഉപയോഗിച്ചു.
വളരെ ഒരു എന്നാ പറയുക ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതേ ഒരു കുറ്റവാളിയാണ്, അതൊക്കെ സംഭവം ശരിയാണ്. പക്ഷേ ഈ ഒരു യുദ്ധത്തിന്റെ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ ഏകദേശം ഒരു അവസാനിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ എത്തിയപ്പം ഉക്രൈൻ ഇങ്ങനെ ചെയ്തത് ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയ അവസ്ഥ ശരിക്കും. പിന്നെ മറ്റു പല പല എന്താ പറയുക അവസ്ഥകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം ശരിക്കും. എന്താ അറിയോ, കാരണം എന്താ വെച്ചാൽ ഇപ്പം ശരിക്ക് ഈ ട്രംപ് എന്താ പറയുക ഇലക്റ്റഡ് ആയതിനു ശേഷം ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ചർച്ചയിൽ ട്രംപ് സെലൻസ്കിക്ക് വളരെ കൃത്യമായി ഒരു ഹിന്റ് കൊടുത്തു. വെച്ചാൽ പഴയ പോലെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അമേരിക്കയുടെ പോളിസി ഡിഫറെൻ്റ് ആയിരിക്കും, ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യൂ ഞങ്ങളുടെ ഡിഫറെൻ്റ് ആണ്, അപ്പം നിങ്ങൾ യുദ്ധം ഇല്ലെങ്കിലും നിങ്ങൾ നിർത്തുക, ഒരു സ്ലോ ആ ഉദ്ദേശിക്കുക. പക്ഷേ സെലൻസ്കി പറഞ്ഞ മറുപടി ഭയങ്കരമാണ്. സെലൻസ്കി പറഞ്ഞത് ഞാൻ ട്രംപുമായി സംസാരിച്ചു, പക്ഷേ എങ്കിലും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഓഫീസിലുള്ളത് ബൈഡനാണ്, ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുന്നത് വളരെ മനസ്സിലാക്കണം. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഇപ്പൊ ഇവിടെ ലിയോ പറഞ്ഞതുപോലെ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഇവിടെയാണ് ഈ ലോകം. ഇപ്പം നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പം ചിലർ പറയാറുണ്ട് ഇതൊക്കെ ഒരു ഊഹാഭോഗമല്ലേ, ഇതൊക്കെ ഒരു കെട്ടുകഥയല്ലേ, ഇതൊക്കെ ഒരു ഇമാജിനേഷൻ. ഇതൊന്നും ഇമാജിനേഷൻ അല്ല ശരിക്കും, മനസ്സിലാക്കണം. അതെ, കണ്ടുകൊണ്ടിരിക്കണം. കാരണം വെച്ചാൽ യുക്രൈനെ ഈ ഘട്ടത്തിൽ ഈ രീതിയിലുള്ള ഒരു പ്രവൃത്തിക്ക് ആരാണ് പ്രേരിപ്പിക്കുന്നത് ഇവിടെ മനസ്സിലാക്കണം. അറിയാം ശരിക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ശ്രമം എന്ന് പറയുന്നത് ട്രംപിന്റെ ഒരു ഐഡിയ, അതൊരു ക്രിസ്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ വാല്യൂസ് ബേസ്ഡ് ഐഡിയ ആണ്. അതൊരു സമാധാനത്തിന്റെയാണ്, ഉറപ്പാണ്. അദ്ദേഹത്തെ ബിസിനസ്സുകാരനെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ട്രംപിന് സമാധാനപരമായി ഈ ഇഷ്യൂ ഒന്നും കൈകാര്യം ചെയ്യാൻ ഒരിക്കലും സാധിക്കരുത്. അതിനുവേണ്ടി ഈ യുദ്ധത്തെ പിടികിട്ടാത്ത അവസ്ഥയിൽ, എന്നുവെച്ചാൽ പിടിവിട്ടു പോകുന്ന അവസ്ഥയിൽ അങ്ങോട്ട് വഷട്ടാക്കുന്നതാണ്. അപ്പൊ അതിന്റെ പുറകിലാണ് ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു വലിയ എന്താ പറയുക സ്വാധീനമുള്ളത്. നമ്മുടെ ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 1990s ഒരു കനേഡിയൻ ജേർണലിസ്റ്റായ സെർജെ മൊണ്ണാസ്റ്റ്, ആ വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക തിയറി ഉണ്ട്, വെച്ചാൽ ബ്ലൂ ബീം കോൺസ്പിറസി തിയറി. അപ്പൊ അദ്ദേഹം ആ ഒരു തിയറിയിൽ പറയുന്നതാണ് ശരിക്ക് ഈ എന്താ പറയുക ഇലുമിനാറ്റി അല്ലെങ്കിൽ ഈ ഡീപ് സ്റ്റേറ്റ് ഇത്തരം ഗ്രൂപ്പുകളുടെ പ്രവർത്തനം വളരെ ശക്തമാകുകയും അവർ എല്ലാ രാജ്യങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും അതിനവർ UN-നെയും അതുപോലെ എല്ലാ വേൾഡ് സംഘടനകളെയും അവർ കരുവാക്കുകയും അതിനൊരു സ്പേസ് വരെയും അവർ അതിനു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും. അത് മാത്രമല്ല അവരുടെ വളരെ വിചിത്രമായ നമ്മുടെ ഈ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം ഒരു അന്തിക്രിസ്തു എന്ന് വെച്ചാൽ എല്ലാ തിന്മയുടെയും അരാജകത്തിൻ്റെ മനുഷ്യൻ അവന്റെ ഭരണത്തിന് കളമൊരുക്കുകയായിരിക്കും ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. ശരിക്കും അത്രമാത്രം എന്താ പറയാ ഒരു റെലവൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ ഡീപ് സ്റ്റേറ്റിന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മൾ ചുമ്മാ പറയുന്നില്ല ശരിക്കും. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നവർ വളരെ വ്യക്തമായ ശരിക്കും. അപ്പൊ അതാ പറഞ്ഞത്. അപ്പം ഇപ്പൊ എല്ലാത്തിടത്തും ആ രീതിയിലുള്ള ഒരു അവസ്ഥ ലോകത്ത് സംജാതമാക്കണം. അതിനെന്താ ആവശ്യം? അതിന് ഒരുപാട് രക്തപ്പുഴ ഒഴുകണം, ഒരു ഭരണ അസ്ഥിരത വരണം. ഇപ്പൊ ഞാൻ മറ്റൊരു അവസ്ഥ പറയട്ടെ. ഇപ്പൊ യൂറോപ്പിന്റെ അവസ്ഥ എന്താണ്? യൂറോപ്പിൽ ശരിക്കും ഇന്ന് രണ്ട് ജയൻസ് എന്ന് പറയാം, ടു പില്ലേഴ്സ്, ജർമ്മനി ആൻഡ് ഫ്രാൻസ്. ഇവിടെ രണ്ട് രാജ്യങ്ങളിലും പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയാണ്. ഷോളിനോ മാക്രോണിനോ ഇപ്പോൾ ശരിക്കും ഭൂരിപക്ഷമില്ല. ഇനി അടുത്ത വരുന്ന ഇലക്ഷൻ അവരുടെ അവസ്ഥ എന്താണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പൊ യൂറോപ്പിന്റെ ഒരു 45% GDP ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ രണ്ട് രാജ്യങ്ങളാണ്. അതുകൊണ്ട് ഇവർ മേജർ പവേഴ്സാണ്, ഇവരാണ് എല്ലാത്തരം കാര്യത്തിലും പവേഴ്സ് ഉള്ളത്. അപ്പൊ ഇവർ രണ്ടുപേരുടെയും ഇക്കോണമി അല്ലെങ്കിൽ ഇവരുടെ അവസ്ഥ വളരെ മോശം എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം എന്താ പറയുക ഒരു അരാജകത്വമാണ്, ഒരു അഴകുഴഞ്ഞ അവസ്ഥ. അതാണ് വേണ്ടത്, അതാണ് ഈ ഡീപ് സ്റ്റേറ്റിന് വേണ്ടത്. അപ്പൊ അതിന്റെ വലിയൊരു ശ്രമത്തിന് വേണ്ടിയാണ് ഇവർ ഈ യുദ്ധം ഈ രീതിയിൽ വഷളാക്കുന്നത്. ഞാൻ അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയട്ടെ. ഇപ്പം റഷ്യ ഇതിനെ തിരിച്ചടിച്ചാൽ ശ്രമിച്ചാൽ അവസ്ഥ എന്താവും? ശരിക്കും റഷ്യക്ക് യൂറോപ്പിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അവരുടെ ആയുധങ്ങളുടെ ആ ഒരു ദൂരപരിധിയിലാണ് ഏത് യൂറോപ്യൻ രാജ്യങ്ങളിലും. അത് ഈവൻ അവർക്ക് അമേരിക്ക വരെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞങ്ങനല്ല, അവരുടെ ടെക്നോളജി ഒരുപക്ഷെ വളരെ എന്താ പറയുക കുറച്ചും ബാക്ക്വേർഡ് ആകാം, അല്ലെങ്കിൽ അവരുടെ പൈസ ഇല്ല, പക്ഷെ എന്നാൽ പോലും ആയുധം ഉണ്ടല്ലോ ശരിക്കും. ഇപ്പൊ പുടിൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഏകാധിപതിയാണ് ശരിക്കും, അദ്ദേഹം സ്ട്രോങ് ആയ മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതം വളരെ വളരെ ദൂരഭാഗമാണ് ശരിക്കും. അപ്പൊ ഇതൊക്കെ ശരിക്കും ഇനി മറ്റൊരു വലിയൊരു സ്പീയർ നമ്മൾ മനസ്സിലാക്കേണ്ട അവസ്ഥ എന്താ പറയുക ശരിക്കും. ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് റഷ്യ വന്ന റഷ്യക്ക് പണത്തിന് വേണ്ടി റഷ്യ അണുവായുധം വിറ്റാലോ, അത് ഇറാന്റെ എത്തിയാലോ, അല്ലെ മറ്റേ രാജ്യങ്ങളിൽ എത്തിയാലോ? പൈസയുള്ള ഒത്തിരി രാഷ്ട്രങ്ങളുണ്ട്, വളരെ തീവ്രസ്വഭാവമുള്ള രാഷ്ട്രങ്ങൾ. ഇനി ഇറാന്റെ എത്തിയാലോ ഒന്നാമത് ഇസ്രായേൽ അല്ലെങ്കിൽ പലസ്തീൻ യുദ്ധമൊക്കെ ഗാസ ആ പ്രശ്നമൊക്കെ വരുമ്പോൾ ഒരു സോൾവ് ആയിക്കൊണ്ടിരിക്കുക, കാരണം അവർക്ക് രക്ഷയില്ല. അപ്പൊ ആ അവസ്ഥയിൽ ഇറാന്റെ പല്ലും നഖവും കുഴിഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ രീതിയിൽ അവർ എവിടെ നിന്നും കടം മേടിച്ചാണ് പണം ഉണ്ടാക്കി റഷ്യയുടെ ഒരു അവസ്ഥ വളരെ മോശമായി. റഷ്യ പണത്തിന് വേണ്ടി ഈ സാധനം വിറ്റാൽ അല്ലെങ്കിൽ എന്നാൽ ഇരിക്കട്ടെ, എന്നാൽ പിന്നെ ഞങ്ങളെ അറ്റാക്ക് ചെയ്യണം, ഞങ്ങളെല്ലാം തകർത്തിട്ടോ എന്നുള്ള ചിന്ത വന്നാലും വളരെ അത് വേൾഡ് വാർ 3 അപ്പൊ വളരെ വളരെ പ്രശ്നങ്ങളാണ് ശരിക്കും. അപ്പൊ ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ട കാര്യം ശരിക്കും എന്താ വെച്ചാൽ ഈ ലോകത്തെ ഒരു അരാജകത്വ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് ദൈവവിശ്വാസം അങ്ങനെ തന്നെ പറയേണ്ടത്, ലോകത്തിൽ നിന്ന് ഇന്ന് നിലവിലുള്ള എല്ലാ ദൈവവിശ്വാസങ്ങളെയും എല്ലാ മത സംവിധാനങ്ങളെയും തുടച്ചു നീക്കുക, തങ്ങളുടേതായ ഒരു രാജ്യം സ്ഥാപിക്കുക,
ഒരു വൺ വേൾഡ് ഗവൺമെന്റ്, ഒരു വൺ വേൾഡ് റിലീജിയൻ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ന്യൂ വേൾഡ് ഓർഡർ, ഇതൊക്കെയാണ് ഇവരുടെ സ്ട്രാറ്റജി. അപ്പൊ അതിനു വേണ്ടിയാണ് ശരിക്കും ഇവരുടെ ഭയങ്കരമായ ശ്രമം. അവർ എന്ന് വിജയിക്കും, എപ്പോൾ വിജയിക്കും നമുക്ക് കൃത്യം അറിയത്തില്ല, എങ്കിലും പല പല ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഇത്തരം സംഭവങ്ങൾ ഇപ്പം ഈയിടെ നമ്മൾ കണ്ടു US-ലും അതുപോലെ മറ്റു പല രാജ്യങ്ങളിലൊക്കെ ഈ ഡ്രോണുകൾ, ഇതൊക്കെ ഒരു സിമ്പിളുള്ള ശരിക്കും. അപ്പൊ അതാണ് അവരുടെ സ്പേസ് അവർ ഈ ഒരു വരും കാലങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായി ഉപയോഗിക്കുന്ന പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താ പറയുക വളരെ നിസ്സാരമായിട്ട് കാണാൻ സാധിക്കില്ല. ഉക്രൈനെ പോലുള്ള ഒരു ചോട്ട വളരെ ചെറിയ രാജ്യം ഈ രീതി റഷ്യയുടെ ആ ഒരു അറ്റാക്കിന് തുനിയുമ്പോൾ മനസ്സിലാക്കണം. ഇപ്പം റഷ്യയുടെ എന്താ പറയുക അവരുടെ അഭിമാനത്തെ ശതമേറ്റിരിക്കുക. കാരണം ഇത് സംഭവിച്ചത് മോസ്കോയിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരാള് മനസ്സിലാക്കണം. കുറച്ചു നാൾ മുമ്പ് അവരുടെ മിസൈൽ മാൻ എന്ന് പറയപ്പെടുന്ന മിഖായിൽ ഷോൾസ് അദ്ദേഹം കൊല്ലപ്പെട്ടു. മനസ്സിലാക്കണം. ഇടതുകയും വലതുകയും പോയി പുട്ടിന് ആ പ്രത്യേകാവസ്ഥ നിൽക്കുകയാണ് ശരിക്കും. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്ന നമുക്ക് തീരെ നിസ്സാരമായി കാണാൻ സാധിക്കും. റഷ്യയെ കൊണ്ട് കടുങ്കൈ ചെയ്യിപ്പിക്കുക, അങ്ങനെ ലോകത്തെ ഒരു വലിയ ചോരപ്പുഴ രക്തപ്പുഴ ഒഴുക്കി ആ ഒരു വലിയമായ രീതിയിലുള്ള ലോകത്തെ ഒരു അരാജകതയിലേക്ക് തള്ളിവിടുക. അതിലൂടെ അവരുടെ ആ ലക്ഷ്യങ്ങൾ ഒക്കെ പ്ലാൻ ശരിക്കും ആ ലൂബിയാണ് ഇതിന്റെ പുറകിലുള്ളത്. അല്ല മറ്റ് അവരാണ് ശരിക്കും ശക്തമായി പ്രവർത്തിക്കുന്നത് ഇതിന്റെ പുറകിൽ. ജോജി നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു സൈഡിൽ ഒരു ആത്മീയതയുടെ ഒരു തലം കിടപ്പുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, നോത്രദാം കത്തീഡ്രൽ റീ ഓപ്പണിങ്ങിന് അവിടെ വന്ന ലോക നേതാക്കന്മാരെ നമ്മൾ ശ്രദ്ധിച്ചാല് മക്രോണിന് പുറമെ ഡൊണാൾഡ് ട്രംപും ഈ വ്ളാഡിമിർ സെലൻസ്കിയും പങ്കെടുത്തിരുന്നു. അപ്പോ ഞാനതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇതിലൊരു ആത്മീയ തലം കൂടിയുണ്ട്. ഇതിന് ഒരു ശ്രമം നടക്കുന്നുണ്ട്, ഇത് രമ്യമായിട്ട് പരിഹരിക്കണം, അല്ലെങ്കിൽ ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇതിന് പിന്നിലാണ് താങ്കൾ പറഞ്ഞ ആ ഒരു തിന്മയുടെ ശക്തിയുടെ കളികൾ വരുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. ആ സൈനിക മേധാവിയുടെ ആ ഒരു മരണം, അദ്ദേഹം രാസായുധം ഈ ഉക്രൈനിൽ ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. നേരിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ഒരു അപകടം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊലപാതകം അവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത് ഇപ്പൊ ഈ ഉപയോഗിച്ച രാസായുധം എന്ന് പറയുന്നത് ക്ലോറോപിക്രിൻ എന്ന് പറയുന്ന അതിമാരകമായിട്ടുള്ള ഒരു രാസായുധമാണ്. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ആയുധം ഇത് ഉക്രൈനില് സൈനികർക്കെതിരെ റഷ്യ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കണ്ടെത്തല് പുറത്തു വന്നിരിക്കുന്നു. ഒരു പരിധിവരെ ബ്രിട്ടനൊക്കെ സഹായിച്ചു, അതിനുള്ള പെർമിഷൻ കൊടുത്തുവെന്നും അതിന് ആരോപണമുണ്ട്. അപ്പോൾ അരുൺ, ഇത് ഇപ്പോൾ ഈ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പോകുമ്പോൾ ഇത് ശരിക്കും പോകുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണോ ഈ ഒരു റഷ്യ ഉക്രൈൻ സംഘർഷം നീളുന്നത്? ലിയോ, എന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഓൾറെഡി മൂന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം നമ്മൾ ലോകമഹായുദ്ധങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും പെട്ടെന്നുള്ള കാരണം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ആസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്ക് കൊല്ലപ്പെട്ടപ്പോൾ അതാണ് അതിന്റെ പെട്ടെന്നുള്ള കാരണം. രണ്ടാം ലോക മഹായുദ്ധം പറയുമ്പോൾ നാസി ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു, അതാണ് പെട്ടെന്നുള്ള കാരണം പറയുന്നത്. പക്ഷെ ശരിക്കും ഇതിന്റെ കാരണങ്ങൾ അതൊന്നല്ലായിരുന്നു. അതിന്റെ കാരണങ്ങൾ നാളുകളായിട്ട് ഡെവലപ്പ് ചെയ്ത് ചെറിയൊരു സ്പാർക്ക് മാത്രമാണ് ഈ രണ്ട് സംഭവങ്ങൾ. ഇപ്പൊ നമ്മളൊന്ന് ലോകത്തെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോകം ശരിക്കും രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഈ 2022 ഫെബ്രുവരി 24 റഷ്യ യുക്രൈനിലേക്ക് അധിനിവേശം ആരംഭിക്കുന്നത്. അന്ന് തന്നെ ഈ മൂന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ യുദ്ധമുഖത്തുള്ളത് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ റഷ്യയും യുക്രൈനുമാണ്. പക്ഷെ കുറച്ചുകൂടി ഒന്ന് പിന്നിലേക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും, യുക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാറ്റോ ആണ്. നാറ്റോ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളും നാറ്റോയുടെ ആയുധശേഷിയും ഉപയോഗിച്ചിട്ടും അവരുടെ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് യുക്രൈൻ യുദ്ധം ചെയ്യുന്നത്. യുക്രൈൻ മുൻപിൽ നിൽക്കുന്ന ഒരു പാവ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നാറ്റോ ആണ് റഷ്യയോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇറാൻ ആദ്യമേ തൊട്ട് റഷ്യക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇപ്പോൾ നോർത്ത് കൊറിയയിൽ നിന്നുള്ള ഏകദേശം 10,000-ഓളം പട്ടാളക്കാർ റഷ്യക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല. ഈ യുദ്ധത്തിൽ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി പാർട്ടിസിപ്പേറ്റഡ് ആണ്. ഇനി ഉണ്ടാകേണ്ടത് ഒരു ഇമ്മീഡിയറ്റ് റീസൺ ആണ്. ആ റീസൺ ഒരു പക്ഷേ ഇപ്പോൾ തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയത്തെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, പുടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവരുടെ ന്യൂക്ലിയറിന്റെയും രാസായുധത്തിന്റെയും ജൈവായുധത്തിന്റെയും ഇതിന്റെ എല്ലാത്തിന്റെയും സുരക്ഷാ ചുമതലയുള്ള ഒരു വ്യക്തിയാണ് കൊല്ലപ്പെട്ടത്. ഇതിനും ജസ്റ്റ് ഒരാഴ്ച മുമ്പാണ് റഷ്യയുടെ മിഖായിൽ ഷാർസി കൊല്ലപ്പെട്ടത്. ഇത് രണ്ടും സംഭവിച്ചത് മോസ്കോയിലും മോസ്കോയുടെ സമീപ പ്രദേശങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ റഷ്യയുടെ കേന്ദ്രത്തിൽ വന്നാണ് യുക്രൈൻ അവരുടെ SBUവിനെ വെച്ച് അവർ ഈ ആക്രമണ പദ്ധതികളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു ഉസ്ബെക്കിസ്ഥാൻകാരനാണ് ഇപ്പൊ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് യുക്രൈന്റെ
SBU ആണ് അദ്ദേഹത്തെ നിയോഗിച്ചതെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ റഷ്യയിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻഡ് അറ്റാക്കാണ്. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച കൊല്ലപ്പെട്ട മിസൈൽ മാനും. അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു അജ്ഞാതന്റെ വെടിയേറ്റിട്ടാണ്. അപ്പോൾ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മേഖല ഇപ്പോൾ യുക്രൈനിലേക്ക് റഷ്യ അയച്ചുകൊണ്ടിരിക്കുന്ന മിസൈലുകളുടെ എല്ലാം സൂത്രധാരനും അതുപോലെ തന്നെ റഷ്യയുടെ രാസായുധങ്ങളുടെയും ജൈവായുധങ്ങളുടെയും ആണവായുധത്തിന്റെ എല്ലാം സുരക്ഷാ മേധാവിയും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വലിയൊരു അറ്റാക്ക് ഉണ്ടായിട്ട് ഇനി റഷ്യ മിണ്ടാതിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കുമോ? പലപ്പോഴും യുക്രൈനെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളും പൊതുവെ എല്ലാ മാധ്യമങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം റഷ്യ അതുപോലത്തെ ഒരു അതിക്രമമാണ് അവരോട് തുടക്കത്തിൽ ചെയ്തത്. പക്ഷെ നമുക്ക് അതിന്റെ പിന്നാമ്പുറത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും 1991 സോവിയറ്റ് യൂണിയൻ വിഭജിക്കപ്പെടുമ്പോൾ അന്നത്തെ ഏറ്റവും വലിയ സ്വതന്ത്ര രാജ്യമായി മാറിയതാണ് യുക്രൈൻ. ആ യുക്രൈന് ആ കാലങ്ങളിലെല്ലാം ചായ്വുണ്ടായിരുന്നത് സോവിയറ്റ് യൂണിയനോടായിരുന്നു. അന്ന് അവിടെ ഭരണത്തിൽ വന്നിരുന്നവര് സോവിയറ്റ് യൂണിയനെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ കാലം മാറി കഴിഞ്ഞപ്പോൾ യുക്രൈന്റെ ചായ്വ് പതുക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് തിരിഞ്ഞു തുടങ്ങി. ഇതാണ് റഷ്യയെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യ യുക്രൈനെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ അവരുടെ യുക്രൈനിലുള്ള റഷ്യയുടെ പൗരന്മാരെ സേഫ് ഗാർഡ് ചെയ്യാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തിയതിന്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഈ യുദ്ധം എന്ന് പറയാം. പലപ്പോഴും നാറ്റോയിൽ യുക്രൈൻ അംഗത്വം എടുക്കാനുള്ള അതിന്റെ നീക്കങ്ങൾ മുന്നോട്ട് പോയപ്പോഴും ഈ യൂറോപ്യൻ രാജ്യങ്ങള് യുക്രൈനെ നാറ്റോയിലേക്ക് ചേർത്ത് പിടിക്കാൻ നോക്കിയപ്പോഴും അതാണ് ശരിക്കും പറഞ്ഞ ഈ യുദ്ധത്തിന്റെ കേന്ദ്രബിന്ദു. ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു നയതന്ത്രപരമായിട്ട് ഈ റഷ്യൻ പ്രസിഡന്റിനോട് പുടിനോട് ഇടപെടാൻ സെലൻസ്കിക്ക് കഴിഞ്ഞില്ല. അവിടെയാണ് സെലൻസ്കിയുടെ വീഴ്ച വന്നിരിക്കുന്നത്. ഒരു കൊമേഡിയനായിട്ട് പെർഫോം ചെയ്ത് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റായി മാറി അതിനുശേഷം അദ്ദേഹം എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒരിക്കലും ഒരു സമാധാനത്തിന്റെ ഒരു പാത അല്ലെങ്കിൽ ഒരു നെഗോസിയേഷന്റെയോ അല്ലെങ്കിൽ നയതന്ത്രപരമായ ഒരു പാത എന്ന് പറയാൻ പറ്റില്ല. ഇത് മാനസിക രോഗി എന്നൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്ന പുടിനെ വല്ലാതെ ചൊടിപ്പിച്ചു. എന്നാൽ അതിലേക്ക് എരികേറ്റുന്ന ശ്രമങ്ങളാണ് സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പുടിനെ ഇപ്പോഴും സെലൻസ്കി പറയുന്നത് പുടിൻ ഭയപ്പെട്ട് പിന്മാറുകയാണ് അല്ലെങ്കിൽ പുടിൻ ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നു എന്നാണ് സെലൻസ്കി പറയുന്നത്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു ഈ സ്കൂളുകളിലൊക്കെ കാണാം, അവിടെ തടിച്ചിട്ടുള്ള ചില കുട്ടികളുണ്ടാവും. അപ്പൊ അവരെ മറ്റു കുട്ടികളൊക്കെ പരിഹസിക്കും. അപ്പൊ അതില് ഈ മെലിഞ്ഞ ഏതെങ്കിലും കുട്ടീനെ എടുത്ത് ഈ തടിച്ച കുട്ടിയെ അറ്റാക്ക് ചെയ്യും. തിരിച്ച് ഈ മെലിഞ്ഞ കുട്ടിക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവനെ ഓൾറെഡി മറ്റു കുട്ടികളിലേക്ക് ഒരു സഹതാപം അവരുടെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അവന് കിട്ടും. അതോടൊപ്പം തന്നെ അവൻ എന്ത് ചെയ്താലും ഈ തടിച്ച കുട്ടിയുടെ മേലെ അടികൊള്ളും. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ തടിച്ച കുട്ടിയുടെ പണി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും ഈ തടിയും ചെന്ന് ഈ മെലിഞ്ഞതിന്റെ മേലെ വന്ന് വീഴാം. അതോടുകൂടി ഈ മെലിഞ്ഞ കുട്ടി ശ്വാസം കിട്ടാതെ ആകെ പിന്നെ ടീച്ചർമാർ വന്നു. അങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങൾ പോകാതെ. ഇതാണ് ഇപ്പോൾ യുക്രൈന് വന്നു ചേർന്നിരിക്കുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ അവരുടെ ആ ഒരു തടിമിടുക്ക് മാത്രമേ ഉള്ളൂ, മറ്റൊന്നും തന്നെ അവർക്ക് ഇല്ലാതായി. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ റഷ്യയുടെ തടിമിടുക്ക് എന്ന് പറയുന്നത് അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് ആണ്. അമേരിക്കയേക്കാൾ കൂടുതൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള രാജ്യമാണ് റഷ്യ. അപ്പോൾ അവസാന ശ്രമം എന്ന നിലയിൽ റഷ്യ ഇനി ചെയ്യാൻ പോകുന്നത് അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്നുള്ളതാണ്. അത് അവർ പലതവണ മുന്നറിയിപ്പ് കൊടുത്തു. കഴിഞ്ഞ മാസം ബൈഡൻ അവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മറ്റു ചില ശ്രമങ്ങൾ നടത്തി. അവർക്ക് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിനുള്ള കാര്യത്തിനെല്ലാം പെർമിഷൻ കൊടുത്തു. അതോടൊപ്പം തന്നെ UK അതിനുള്ള അനുവാദം കൊടുത്തു, അവരുടെ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അനുവാദങ്ങൾ കൊടുത്തു. അപ്പോൾ പുടിൻ പറഞ്ഞു കഴിഞ്ഞു ഇത് ന്യൂക്ലിയർ യുദ്ധത്തിലേക്കാണ് പോകുന്നത്. അപ്പോ ഇതിന് പിന്നിൽ നേരത്തെ ജോജി സൂചിപ്പിച്ചതുപോലെ ഡീപ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ കളികൾ നടക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യുദ്ധത്തിലേക്ക് പോകണം. എങ്ങനെയെങ്കിലും റഷ്യ യൂറോപ്പിനെ ആക്രമിക്കണം, യൂറോപ്പ് തിരിച്ചാക്രമിക്കണം. അതോടുകൂടി ലോകത്തിന്റെ എല്ലാ സമാധാന ക്രമങ്ങളെയും, പ്രത്യേകിച്ച് ട്രംപ് വരുന്നതിന് മുന്നോടിയായിട്ട് ഇതെല്ലാം മുന്നോട്ട് പോയി ട്രംപിന് ഇതിനെ പരിഹരിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഈ അവസ്ഥകളെ കൊണ്ടുചെന്നെത്തിക്കുക എന്നതിന്റെ ഒരു ശ്രമത്തിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ റഷ്യയുടെ രാസായുധ മേധാവി മിസൈൽ മാനും എല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് ഈ യുദ്ധം അത്ര വലിയ ചർച്ചയൊന്നും ആയിട്ടില്ല. ഇവിടെ എപ്പോഴും ഗാസയുടെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. യുദ്ധം തുടങ്ങിയ 1ാമത്തെ ദിവസം ഇവിടുത്തെ എല്ലാ ചാനലുകളും വലിയ ആഘോഷങ്ങളായിരുന്നു. ചില ചാനലുകാരെ ഈ വീഡിയോ ഗെയിമിലത്തെ രംഗങ്ങളൊക്കെയാണ് യുദ്ധത്തിന്റെ ഭാഗങ്ങളായിട്ടൊക്കെ ആദ്യത്തെ ദിവസം കൊടുത്തത്. പിന്നെ 2ാം ദിവസം തൊട്ട് നമുക്ക് കാണാൻ കഴിയും ഈ ചാനലുകാരെല്ലാം ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതായിട്ട്. പക്ഷേ ഗാസയിൽ യുദ്ധം വന്നപ്പോൾ അങ്ങനെയല്ലായിരുന്നു അവസ്ഥ. നമ്മൾ ഈ യുദ്ധത്തെക്കുറിച്ച് നോക്കുമ്പോൾ എത്ര വലിയ ആൾനഷ്ടമാണ് ഇപ്പോൾ ഈ യുദ്ധത്തിൽ വന്നിരിക്കുന്നത്. ശരിക്കുമുള്ള കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 10 ലക്ഷം പേര് 2 രാജ്യങ്ങളിൽ നിന്നുമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ റഷ്യ പറയുന്നത് 10 ലക്ഷത്തോളം യുക്രൈൻ സൈനികരെ ഞങ്ങൾ കൊന്നു എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. യുക്രൈൻ പറയുന്നത് ഏകദേശം 7,60,000 പേരെ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ കൊന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ കണക്കുകളൊക്കെ എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള കണക്കുകളായിരിക്കാം. പക്ഷെ ട്രംപ് കൃത്യമായിട്ട് പറയുന്നുണ്ട് 4 ലക്ഷം യുക്രൈൻ സൈനികർ ഓൾറെഡി കൊല്ലപ്പെട്ടു, 1 ലക്ഷം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു. അപ്പൊ നമുക്ക് അതിനെ വിശ്വസിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5 ലക്ഷം പേര് കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഈ 2.5 വർഷത്തിനുള്ളിൽ. ഏകദേശം 1500-നും 2000-നും ഇടയിൽ പേര് ഓരോ ദിവസവും പട്ടാളക്കാർ കൊല്ലപ്പെടുന്നുവെന്നാണ് ഇപ്പോൾ UK ബേസ് ആയിട്ടുള്ള ഒരു ഏജൻസി പറയുന്നത്. അപ്പൊ അത്രമാത്രം വലിയൊരു യുദ്ധമാണ് ഈ ലോകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിന്റെ ഗതി മാറാൻ പോവുകയാണ്. ഇത്രയും വലിയൊരു നാണക്കേട് യുക്രൈന്റെ ഭാഗത്തു നിന്ന് റഷ്യക്ക് സംഭവിച്ചു കഴിഞ്ഞു. പുടിൻ ഇപ്പോഴും നിശബ്ദനായിട്ടിരിക്കുകയാണ്. പക്ഷെ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്
ഇനി ദയയില്ലാത്തൊരു യുദ്ധമാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന്. ഇത്ര നാളത്തെ യുദ്ധം ദയയില്ലാത്തൊരു യുദ്ധമായിരുന്നു. അപ്പോൾ ഇനി അവർ ദയയില്ലാത്ത അല്ലെങ്കിൽ കരുണയില്ലാത്ത ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ എത്രമാത്രമായിരിക്കും അവരുടെ തിരിച്ചടി, അല്ലെങ്കിൽ അവർ ജനവാസ കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ അവിടുത്തെ കേന്ദ്രങ്ങളെയൊക്കെ അവർ ലക്ഷ്യം വെച്ചേക്കാം. അതുകൂടാതെ റഷ്യയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഞങ്ങൾ ലക്ഷ്യം വെക്കാൻ പോകുന്നത്, ഈ ആക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഞങ്ങൾ ലക്ഷ്യം വെക്കാൻ പോകുന്നത് യുക്രൈന്റെ ഉന്നത സൈനിക രാഷ്ട്രീയ നേതൃത്വത്തെയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൽ സെലൻസ്കി അടക്കം പെടും. അപ്പൊ ഇത്രയും വലിയൊരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ യുദ്ധത്തെ കൊണ്ട് ചെന്നെത്തിക്കുന്നതിൽ റഷ്യക്ക് കൃത്യമായിട്ടും വ്യക്തമായൊരു പങ്ക് അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടി കിടക്കുന്നത്. അതോടൊപ്പം തന്നെ സെലൻസ്കിയുടെ പിന്നിൽ നിന്ന് കളിച്ച ബൈഡന്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന ഡീപ് സ്റ്റേറ്റിനും ഉണ്ട്. ഇപ്പോൾ ലോകത്ത് പറയുന്ന ഒരു തമാശയുണ്ട്, അതായത് ലോകത്ത് 2 വലിയ യുദ്ധങ്ങളാണ് നടക്കുന്നത്. ആ 2 യുദ്ധത്തിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ജൂതനാണ്. അപ്പൊ നമുക്കറിയാം ഇസ്രായേൽ യുദ്ധത്തിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ യുക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ജൂതനാണ്. അദ്ദേഹം നോൺ പ്രാക്ടീസ് ജൂതനാണ്. അതുപോലെ അവരുടെ പ്രധാനമന്ത്രി ജൂതനാണ്. അതായത് ലോകത്ത് 2 ഇടത്താണ് ജൂത വംശജര് ഭരണത്തിലുള്ളൂ. അവർ 2 പേരും ഇപ്പോൾ യുദ്ധത്തിലാണ്. അതൊരു വലിയൊരു സൂചന കൂടിയാണ്. നമുക്കറിയാം 2ാം ലോകമഹായുദ്ധത്തില് ജൂതൻ ഇരയാക്കപ്പെട്ടവനാണെങ്കിൽ ഈ 3ാം ലോകമഹായുദ്ധത്തില് ജൂതന്റെ കയ്യിലാണ് ഇപ്പോൾ കടിഞ്ഞാണുകൾ ഇരിക്കുന്നത്. യുക്രൈനിലും ഇസ്രായേലിലും നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെ ലോകത്തിന്റെ ഗതിവിഗതികളെ വീക്ഷിക്കേണ്ട സമയമാണിത്. ഇതിനോട് ചേർത്ത് വെച്ച് രസകരമായ ഒരു യാഥാർത്ഥ്യം കൂടി പറയാം. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ ഭാര്യ സാറ നെതന്യാഹുവും ഒരു റഷ്യൻ ജൂയിഷ് ഫാമിലിയിൽപ്പെട്ടവരാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് വീണ്ടും കടന്നിരിക്കുകയാണ്. 2 രാഷ്ട്രത്തിലെ നേതാക്കന്മാർ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പരിഹരിക്കേണ്ട ഒരു വിഷയം വലിയ ഒരു പ്രശ്നത്തിലേക്ക് വീണ്ടും കടന്നു പോകുന്നത് നമ്മളെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലും വലിയ വേദനയിലേക്ക് ജനങ്ങൾ കടക്കുന്നതിൻ്റെയും തെളിവാണ്. ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങളും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്, അത് പ്രതീക്ഷിക്കുന്നവരാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതകൾ വളരാതെ ഇതെല്ലാം എത്രയും പെട്ടെന്ന് പരിഹരിക്കുവാനും ജനങ്ങൾ സാധാരണ നിലയിലേക്ക് അവരുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന നിലപാട് പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ നിലപാട് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.